ഹലോ, ഡ്രീം ലവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഞാനിപ്പോൾ ഉള്ളത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. ഇവിടെ ഉത്സവം നടക്കുകയാണ്. വന്ന് തൊഴാൻ വേണ്ടി വന്നതാണ്. ഈ അമ്പലം എവിടെയാണെന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന തുമ്പക്കോട് എന്ന സ്ഥലത്തിലെ ഏറ്റവും മുകളിലായിട്ട്, തിരുവമ്പാടിയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ഉള്ളിലായിട്ട് കൃഷ്ണഗിരി മലയുടെ ഏറ്റവും മുകളിലായിട്ടാണ് ഈ അമ്പലം ഉള്ളത്. തുമ്പക്കോട് ശ്രീ കൃഷ്ണ ക്ഷേത്രം. നല്ല ഭംഗിയാണ് ഇവിടെ. കണ്ടോ, എന്ത് രസമാണ് കാണാൻ. പ്രകൃതി ഭംഗി നമുക്ക് നേരിട്ട് ആസ്വദിക്കാം. അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടെ. നമുക്ക് രാവിലെയും വൈകിട്ടൊക്കെ വന്ന് എന്ത് ഭംഗിയാണെന്നറിയോ? സൂര്യോദയവും സൂര്യാസ്തമയവും, നല്ല മൂടൽ മഞ്ഞും തണുത്ത കാറ്റും, പിന്നെ അമ്പലത്തിൽ പ്രാർത്ഥിച്ചാൽ കിട്ടുന്നൊരു ഫീല്, അതൊരു വേറെയാണ്. അതിവിടെ വന്ന് കണ്ട് ആസ്വദിച്ചാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സൂപ്പറാണ് ഇവിടെ. കണ്ടോ? ഇപ്പം ഞാൻ വന്നപ്പോൾ വെയിലാണ്. 9 മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. അങ്ങനെ പോകുന്നു. ഉണ്ടോ ഇവിടെ ഈ കാണുന്ന ഒരു ചെറിയൊരു കുളം? അതിലെ വെള്ളം ഒരിക്കലും വറ്റില്ല കേട്ടോ. എപ്പോൾ വന്നാലും അതിനകത്ത് വെള്ളമുണ്ട്. എത്ര കൊടും വേനലാണെങ്കിലും അതിനകത്ത് വെള്ളം ഉണ്ടാവും. ഉണ്ടോ? എന്ത് ഭംഗിയാണ് കാണാൻ. അവിടെ കേട്ടോ അമ്പലത്തിൻ്റെ സ്റ്റേജ് പരിപാടികളൊക്കെ നടക്കുന്നത് അവിടെ. പിന്നെ പാറേൻ്റെ മുകളിലായിട്ട് എല്ലാവരും ഇരുന്ന് നമുക്ക് കാണുന്നത്, എല്ലാവർക്കും കാണാൻ പറ്റും. നല്ല രസമാണ് അവിടെ. ഈ അമ്പലത്തിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട് കേട്ടോ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളൊരു ചരിത്രമുണ്ട്. അതുപോലെ ഒരു നാട് മുഴുവൻ ജാതി മതഭേദമന്യേ ഒരുമിച്ചപ്പോഴുണ്ടായൊരു ക്ഷേത്രമാണത്. ശ്രീകൃഷ്ണ ക്ഷേത്രം. സോഷ്യൽ മീഡിയയൊക്കെ ഏറ്റെടുത്ത കേട്ടോ. അവിടെ ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിട്ടുള്ളൊരു അമ്പലമാണത്. അതിരാവിലെ നമ്മളിവിടെ വരുവാണെങ്കിൽ നമുക്കിവിടെ ആ മലകളൊന്നും കാണാൻ പറ്റില്ല. ഫുള്ള് മഞ്ഞായിരിക്കും. നല്ല ഭംഗിയാണ് നേരം അവിടെ കാണാൻ. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് വെണ്ണക്കണ്ണനാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ. ഉണ്ടോ? അമ്പലത്തിൻ്റെ പിന്നിൽ നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ ചുറ്റിലുള്ള സ്ഥലങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. നല്ല രസമാണ്. ആലിലക്കുളം. ഇവിടെ ഈ കുളത്തിനും ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്. നമ്മുടെ കാലൊന്ന് തെറ്റിയാൽ അങ്ങ് താഴെ എത്തും. നമ്മുടെ പൊടി പോലും കിട്ടുകയില്ല. അത്രയ്ക്ക് ടോപ്പിലാണുള്ളത് പാറക്കെട്ടുകൾ. താഴെ കൂടെ പോയാലാണ് നമുക്ക് ആലിലക്കുളം കാണാൻ പറ്റുന്നത്. കണ്ടോ? ഇതാണ് ആലിലക്കുളം. ആലിലയുടെ ആകൃതിയിലുള്ള കുളം. കണ്ടോ? ആലിലേൻ്റെ നടുക്കിലൂടെ വരുന്ന തണ്ടൊക്കെ നോക്കി അതുപോലെ തന്നെ ഈ കുളത്തിലുള്ള വെള്ളവും ഒരിക്കലും വറ്റത്തില്ല കേട്ടോ. എപ്പോൾ ചെന്നാലും നമുക്ക് വെള്ളം ഉണ്ടാവും. ആലിലേൻ്റെ നടുക്ക് നാച്ചുറലായിട്ടുള്ള വെള്ളമാണ്. കണ്ടോ? എന്ത് ഭംഗിയാണ് കാണാൻ. കണ്ടോ?
ഇവിടുന്ന് നോക്കിയാൽ നമ്മുടെ അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരി, ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്നാൽ ശരി, ബായ്.